തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളിൽ ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന തിരക്കേറിയ നടനാണ് ഫഹദ് ഫാസിൽ. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമാ വിശേഷങ്ങളെക്കാൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു ചെറിയ ഫോണാണ്. സാധാരണ ഒരു കീപാഡ് ഫോണാണെന്ന് കരുതിയ ഈ ഉപകരണം ആഡംബര ബ്രാൻഡായ വെർട്ടുവിന്റെയാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ചർച്ചകൾ ചൂടുപിടിച്ചത്. ചെറുതെന്ന് തോന്നുമെങ്കിലും അതിന്റെ വിലയും സങ്കീർണമായ സവിശേഷതകളും ആരാധകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു ബട്ടൺ ഫോണിന് 10 ലക്ഷം രൂപയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 1998 നോക്കിയയുടെ അനുബന്ധ സ്ഥാപനമായി ആരംഭിച്ച ഒരു ഫോൺ നിർമ്മാതാക്കളാണ് വെർട്ടു. ഇംഗ്ലണ്ടിലെ ഹാംഷെയറിലെ സ്വന്തം ഫാക്ടറിയിൽ നിന്നാണ് ഈ ആഡംബര ഫോണുകൾ ലോകമെമ്പാടും എത്തുന്നത്. തുടക്കം മുതൽ വെർട്ടുവിന്റെ ശ്രദ്ധ ഫോണിന്റെ പ്രവർത്തനക്ഷമതയിൽ മാത്രമായിരുന്നില്ല, മറിച്ച് അതിന്റെ കരകൗശല വൈദഗ്ധ്യം, തനതായ ശൈലി, വ്യക്തിഗത സേവനങ്ങൾ എന്നിവയിലായിരുന്നു. ഇന്നും വെർട്ടുവിനെ മറ്റു ഫോൺ ബ്രാൻഡുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങളും ഇവയൊക്കെ തന്നെയാണ്. വെർട്ടുവിന്റെ ഓരോ ഫോണുകളും കൈകൊണ്ട് നിർമ്മിച്ച് അതിൽ ഏറ്റവും വിലയേറിയതും ഗുണമേന്മയുള്ളതുമായ വസ്തുക്കൾ ഉപയോഗിച്ച് അലങ്കരിക്കുന്നു. ഇത് വെറും ഒരു ഫോൺ എന്നതിലുപരി ഒരു ആഭരണം അല്ലെങ്കിൽ പ്രൗഢിയുടെയും സ്റ്റാറ്റസിന്റെയും പ്രതീകമായി മാറുന്നു. ന്യൂയോർക്ക്, ദുബായ്, മോസ്കോ, ഹോങ്കോങ്, പാരീസ്, സിംഗപ്പൂർ എന്നിവിടങ്ങളിലായി ലോകമെമ്പാടും വെർട്ടുവിന് ശാഖകളുണ്ട്. ലോകത്തിലെ ധനാഢ്യരെയും പ്രമുഖരെയും ലക്ഷ്യം വെച്ചാണ് അവർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. വെർട്ടു ഫോണുകൾ സ്വന്തമാക്കുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് കോൺസിയർജ് സേവനങ്ങൾ പോലുള്ള ആഡംബര അനുഭവങ്ങളും ലഭിക്കുന്നു. ഇത് വെർട്ടുവിനെ ഒരു ഫോൺ ബ്രാൻഡ് എന്നതിലുപരി ഒരു ലൈഫ് സ്റ്റൈൽ ബ്രാൻഡാക്കി മാറ്റുന്നു. ഒരു കാലത്ത് ആഡംബര ഫോൺ വിപണിയിലെ രാജാക്കന്മാരായി വാണ വെർട്ടുവിന്റെ ചരിത്രം എന്നാൽ അത്ര സുഖമായിരുന്നില്ല. നിരവധി സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയും ഉടമസ്ഥാവകാശ കൈമാറ്റങ്ങളിലൂടെയും പാപ്പരത്വ പ്രഖ്യാപനങ്ങളിലൂടെയും കടന്നുപോയൊരു കമ്പനിയാണിത്. ആഗോളതലത്തിൽ സ്മാർട്ട് ഫോൺ വിപണിയിൽ നോക്കിയയ്ക്ക് തിരിച്ചടി നേരിട്ടപ്പോൾ അതിന്റെ ആഡംബര വിഭാഗമായ വെർട്ടുവിനെയും അത് ബാധിച്ചു. 2012 ഒക്ടോബറിൽ നോക്കിയ വെർട്ടുവിനെ ഇക്വിറ്റി VI എന്ന സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനത്തിന് വിറ്റു. എന്നിരുന്നാലും 10% ഓഹരി നോക്കിയയ്ക്ക് നിലനിർത്താൻ കഴിഞ്ഞു. ഈ സമയത്തും വെർട്ടുവിന്റെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ഡിമാൻഡ് ഉണ്ടായിരുന്നു. 2013 അവസാനത്തോടെ വെർട്ടുവിന് ഏകദേശം 3,50,000 ഉപഭോക്താക്കൾ ഉണ്ടായിരുന്നു എന്ന കണക്ക് കമ്പനിയുടെ അന്നത്തെ ജനപ്രീതി വിളിച്ചോതുന്നു. 2017 മാർച്ചിൽ ഗോഡിൻ ഹോർഡിക്സ് വെർട്ടുവിനെ സൈപ്രസ് ആസ്ഥാനമായുള്ള തുർക്കി കമ്പനിയായ ബാഫർട്ടൺ ലിമിറ്റഡിന് വിറ്റു. എന്നാൽ തുടർച്ചയായ ഉടമസ്ഥാവകാശ മാറ്റങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും കമ്പനിയെ വലിയ പ്രതിസന്ധിയിലാക്കി. പാപ്പരത്വ പ്രഖ്യാപനത്തിനു ശേഷം വെർട്ടുവിന്റെ ഭാവി എന്താകുമെന്നതിനെ കുറിച്ച് പലരും ആശങ്കപ്പെട്ടെങ്കിലും 2018 കമ്പനി ശക്തമായൊരു തിരിച്ചുവരവ് നടത്തി. 2018 ഒക്ടോബറിൽ ബീജിംഗിൽ നടന്ന ഒരു പരിപാടിയിൽ വെർട്ടു തങ്ങളുടെ പുതിയ സ്മാർട്ട് ഫോണായ ആസ്റ്റർ P പുറത്തിറക്കി. നടൻ ഫഹദ് ഫാസിൽ ഉപയോഗിക്കുന്ന വെർട്ടു ഫോൺ വെർട്ടു അസെന്റ് സീരീസിൽ പെട്ടതാണെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ. ഈ സീരീസിലെ ഫോണുകൾക്ക് ഇന്ത്യൻ കറൻസിയിൽ ഏകദേശം 10 ലക്ഷം രൂപ വിലയുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ വില വിവരം പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് ഇത് വഴിയൊരുക്കി. ഫഹദ് ഫാസിൽ 10 ലക്ഷം രൂപയ്ക്ക് ബട്ടൺ ഫോൺ വാങ്ങിയോ എന്ന രീതിയിൽ ട്രോളുകളും കളിയാക്കലുകളും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. സാധാരണക്കാരന്റെ കാഴ്ചപ്പാടിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും മികച്ച ഫീച്ചറുകളുള്ള അത്യാധുനിക സ്മാർട്ട് ഫോണുകൾ പോലും 1 ലക്ഷം രൂപയിൽ താഴെ ലഭ്യമാകുമ്പോൾ ഒരു ബട്ടൺ ഫോണിന് 10 ലക്ഷം രൂപ എന്നത് അവിശ്വസനീയമായി തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ വെർട്ടു ഫോണുകൾ സാധാരണ മൊബൈൽ ഫോൺ ഉപഭോക്താക്കളെ ലക്ഷ്യം വെച്ചുള്ളവയല്ല. ഇത് അൾട്രാ പ്രീമിയം വിഭാഗത്തിൽ വരുന്ന ഉൽപ്പന്നങ്ങളാണ്. ഈ ഫോണുകളുടെ വില നിർണ്ണയിക്കുന്നത് അതിന്റെ പ്രവർത്തനക്ഷമത മാത്രമല്ല, സ്വർണം, ടൈറ്റാനിയം, അമൂല്യരത്നങ്ങൾ തുടങ്ങിയ വിലയേറിയ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുന്നത്. ഒരു ആഡംബര വാച്ച് അല്ലെങ്കിൽ ഒരു ആഡംബര കാർ വാങ്ങുന്നത് പോലെയാണ് വെർട്ടു ഫോൺ വാങ്ങുന്നതിനെ പലരും കാണുന്നത്. ഇത് കേവലം സമയം നോക്കാനോ യാത്ര ചെയ്യാനുള്ള ഉപകരണം എന്നതിലുപരി ഒരു സ്റ്റാറ്റസ് സിംബൽ കൂടിയാണ്. ഫഹദ് ഫാസിലിനെ പോലെ വിജയകരനായ ഒരു സെലിബ്രിറ്റി ഇത്തരം ഒരു ആഡംബര ഫോൺ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ്. അതേസമയം ഈ ഫോണിന്റെ വിലയെക്കുറിച്ചുള്ള ചർച്ചകൾ വെർട്ടു എന്ന ബ്രാൻഡിന് വീണ്ടും പൊതുസമൂഹത്തിൽ വലിയ ശ്രദ്ധ നേടിക്കൊടുത്തിട്ടുണ്ട്. ആഡംബരത്തിന്റെ പുതിയ മാനം തേടുന്നവർക്കിടയിൽ വെർട്ടു ഫോണുകൾക്ക് എന്നും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്.